നമസ്കാരം. കളരി അഭ്യാസികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യ ചുവട് അവർ പിന്നോട്ടാണ് വെക്കുന്നത്. ഒരു വലിയ പോരാട്ടത്തിൻ്റെ ആദ്യ പാദം എന്തുകൊണ്ടോ പിന്നോട്ടാണ് ആവുക. ഒരായമെടുക്കലാണ്. തുഴ എറിയാൻ വലിച്ചെടുക്കുന്ന പോലെ. അമ്പ് ഞാണിൽ കിടന്ന് ഒന്ന് പിന്നോട്ട് ആയും പോലെ. ഒരു കുതിപ്പിൻ്റെ മുന്നോടിയാണ്. നോമ്പ് ഇങ്ങനെ ഒരു ആക്കം കൂട്ടലാണ്. യോഹന്നാനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നില്ലേ? അയാൾ തന്നെത്താൻ വെളിപ്പെടുത്തും വരെ മരുഭൂമിയിലായിരുന്നുവെന്ന്. ഏകാന്തത ഒരു ചൂളയാണ് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. സോളിറ്റ്യൂഡ് ഈസ് എ ഫർണസ് എന്നൊക്കെ. അസത്തിനെ ദഹിപ്പിച്ച് സത്തയെ ശോഭിപ്പിക്കുന്ന അഗ്നിച്ചൂളയത്രേ. ജീവിതത്തിൽ ഇത്തരം ചില ബോധപൂർവമായ പിൻവാങ്ങലുകൾ ഇല്ലാതെ എങ്ങനെയാണ് ഈ ലോകം നമ്മിൽ അടിച്ചേൽപ്പിക്കുന്ന തെറ്റായ ഇമേജുകളും തെറ്റായ ധാരണകളുമൊക്കെ തകർക്കാനാവുന്നത്? തമ്പുരാൻ താനും ഈ ചൂളയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അവിടെ താൻ 3 തരം ലൗകിക നിർബന്ധങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്നാമത്, കല്ല് അപ്പമാകുന്നതിലൂടെ സന്ദർഭോചിതമായി പ്രസക്തനാവുക എന്നുള്ളതാണ്. ടു ബി റിലവൻറ്റ്. രണ്ടാമത്തെ പരീക്ഷണം താഴേക്ക് ചാടുന്നതിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആവുക എന്നുള്ളതാണ്. ടു ബി സ്പെക്ടാക്കുലർ. മൂന്നാമതാകട്ടെ എല്ലാ രാജ്യങ്ങളുടെയും അധീശത്വം നേടി ബലവാനാവുക. ടു ബി പവർഫുൾ. ഇതിനോടൊക്കെ യേശുവിൻ്റെ പ്രതികരണം നോക്കുക. തൻ്റെ പിതാവ് ദൈവമാണ് എന്നാണ് ലോകത്തോട് അവൻ നിരന്തരം വിളിച്ചു പറയുന്നത്. ദൈവമകൻ, ദൈവമകൾ എന്ന സ്വയ അവബോധം തിരികെ പിടിക്കുക. അത് നമ്മെ കുറെ കൂടെ കരുത്തരാക്കുമെന്ന് ഉറപ്പാണ്. ഈ ലോകത്തിന് അനുരൂപരും കൃത്രിമമായി പെരുമാറുന്നവരും സകലത്തെയും ഭരിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവരല്ല, ശുശ്രൂഷ ചെയ്യിക്കുന്നവരാകണം എന്നൊക്കെയാണ് ഈ ലോകം നിർബന്ധിക്കുന്നത്. ചെറുത്തു നിൽക്കണം സുഹൃത്തെ. അതിന് പൊന്നു തമ്പുരാൻ്റെ കൃപ വേണം നിറയെ. നമസ്കാരം.